ശ്രീ കെ വി എസ് ഹരിദാസ്, മൊത്തത്തിലൊരു ആശങ്ക പടരുന്നുണ്ടോ? ഈ റിപ്പബ്ലിക്കിനെ കുറിച്ച് ഒരു ഭൂരിപക്ഷ മതത്തിൻ്റെ അനുയായികൾക്ക്, ഭൂരിപക്ഷ പാർട്ടി പ്രവർത്തകർക്ക്, ഭൂരിപക്ഷം എന്നൊക്കെ പറയുമ്പോൾ 37% വോട്ട് നേടിയ BJPക്ക് ഒരു അമൃതകാലായി തീരുമ്പോൾ ജനാധിപത്യത്തിലും മതേതരത്വത്തിലുമൊക്കെ വിശ്വസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഈ റിപ്പബ്ലിക്ക് ആശങ്കയുടേതായൊരു റിപ്പബ്ലിക്കായി പരിണമിക്കുന്നുണ്ടോ കെ വി എസ് ഹരിദാസ്? അല്ല ഡോക്ടർ അരുൺ, ഈ ചർച്ച നല്ലത് തന്നെയാണ്. അതിനൊരു അക്കാഡമിക് തലത്തിൽ കാണാനാണ് എനിക്കും താല്പര്യം. പക്ഷേ ഈ ചർച്ചയ്ക്ക് ഇപ്പോൾ പ്രേരിപ്പിക്കപ്പെട്ട ഘടകം എന്താ? അതാണ് ആദ്യം വിലയിരുത്തണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 2024 പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാ രാജ്യത്ത്. സൗണ്ട് ആ പൊതു തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വലിയൊരു പ്രതിപക്ഷ സഖ്യം രൂപം കൊണ്ടത് നമ്മൾ കണ്ടു. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് ചർച്ച ചെയ്യുന്നവർ, വിലയിരുത്തുന്നവർ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ചർച്ചയ്ക്ക് പിന്നിലുള്ള ചേതോവികാരവും ആ യാഥാർത്ഥ്യ ബോധം തന്നെയാണ്. 24 വീണ്ടും നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. ഞങ്ങൾക്കതിനെക്കുറിച്ച് ഒരു ആശങ്കയുമില്ല. 24 മോഡിയുടെ വിജയം ഉറപ്പാണ് എന്ന് BJP വിശ്വസിക്കുന്നു. അത് ഈ അരുൺ പറഞ്ഞതുപോലെ 37%-ൻ്റെയും 63%-ൻ്റെയും കണക്ക് വെച്ചിട്ടല്ല. എനിക്കൊരു കണക്കുണ്ട്, ഞാനത് അവതരിപ്പിക്കാം. 2014 BJPക്ക് 50% വോട്ടോടുകൂടി വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ഏതാണ്ട് 136 MPമാരെയാണ് 2014. 2019 തെരഞ്ഞെടുപ്പിൽ 224 BJP MPമാർ ജയിച്ചത് മോർ ദാൻ 50% വോട്ടോട് കൂടിയിട്ടാണ്. ഇനി മൂന്നാമത്തേത്, ഈ ഏതാണ്ട് 20 യൂണിയൻ ടെറിട്ടറിയും സ്റ്റേറ്റും ഉൾപ്പെടെ 20 എടുത്ത് BJPക്ക് 50%-ൽ കൂടുതൽ വോട്ട് 2019 ലഭിച്ചിട്ടുണ്ട്. ഇത്തവണ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങളുടെ പ്രവർത്തനം താഴെ തട്ടിൽ നടത്തുന്നത് 272 അല്ല, 272 മുകളിലുള്ള സീറ്റുകളിൽ 50%-ഓടു കൂടി BJPക്ക് MPമാരെ ജയിപ്പിക്കാൻ കഴിയും. അതിനുള്ള സംഘടനാ ശേഷി ഞങ്ങൾക്കുണ്ട്. സംഘടനാ പ്രവർത്തനം ഞങ്ങൾ 1.5 വർഷമായിട്ട് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി നടത്തുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യ ബോധം പഴയകാലത്ത് BJPക്കാർ പറയുമ്പോൾ സംശയം തോന്നിയിരുന്നു. ഇപ്പോൾ BJPയെ തോൽപ്പിക്കും എന്ന് പറഞ്ഞ് രംഗത്ത് വന്നവർക്ക് പോലും ഇനിയിപ്പോൾ രക്ഷയില്ല എന്നൊരു തോന്നലുണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ബീഹാറിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള വാർത്തകളെ നമുക്കറിയുള്ളൂ. എത്രത്തോളം എവിടത്തോളം അത് പോകും എന്നതിനെ കുറച്ച് ദിവസം കൂടി ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. പക്ഷേ എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഈ തല്ലിക്കൂട്ടിയെടുത്ത പ്രതിപക്ഷ മുന്നണിയുടെ ആത്മവിശ്വാസം തകർക്കാൻ ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ റിഫ്ലക്ഷൻ ഈ പൊതുവേദിയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണും എന്നതും ഞങ്ങൾക്ക് ഉറപ്പാണ്. ബാക്കി കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ആ അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ അതാണ്. എനിക്ക് തോന്നുന്നു അടുത്ത കാരണങ്ങൾ ഇപ്പോൾ ഭരണഘടനാ പ്രതിസന്ധിയെക്കുറിച്ചൊക്കെയാണല്ലോ ഇപ്പോഴത്തെ വലിയ ചർച്ച. ഭരണഘടന അട്ടിമറിക്കാനുള്ള ശ്രമം, BJP അധികാരത്തിൽ വന്നാൽ ഹിന്ദു രാഷ്ട്രമായിട്ട് ഭരണഘടന ഭേദഗതി ചെയ്യും എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ ഭരണഘടനയെ BJP ആഗ്രഹിക്കുന്നുവെന്ന് പ്രതിപക്ഷം കരുതുന്നത് പോലെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രചാരം. ഈ പ്രചാരം 2014 നടത്തിയിരുന്നു, 2019 നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും വില പോയിട്ടില്ല. 2024 ചുരുക്കം ചില ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കണക്കിൽ ഒരു ന്യൂനപക്ഷ MPയോ ഒരു ന്യൂനപക്ഷ MLAയോ ഇല്ലാതിരിക്കുന്നത് റിപ്പബ്ലിക് എന്ന ആശയത്തോട് തന്നെ നമ്മൾ മാറി നിൽക്കുന്നു എന്ന ഒരു സൂചനയെ താങ്കൾക്ക് തോന്നുന്നതേയില്ല? അല്ല, ഞങ്ങളുടെ കൂടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്.
ഇപ്പോൾ കേരളത്തിലെ ഗവർണർ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടല്ലേ വന്നിട്ടുള്ളത്. അദ്ദേഹം മുസ്ലിം അല്ലേ? ഉത്തർപ്രദേശിൽ മുസ്ലിം MLA-മാരും MLC-മാരും മന്ത്രിമാരും ഉണ്ടല്ലോ. ബീഹാറിലുണ്ടല്ലോ മുസ്ലിം നേതാക്കന്മാർ MLA-മാർ. അപ്പോൾ BJPക്ക് MLA-മാരുണ്ട്, MLC-മാരുണ്ട്, എല്ലാ വിഭാഗത്തിൽ. ഗോവ എടുക്കൂ നിങ്ങൾ. ഗോവയിൽ എത്രയോ ക്രൈസ്തവ MLA-മാരുണ്ട്. നാഗാലാൻഡിലും മിസോറാമിലും മണിപ്പൂരിലുമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരു BJPയെ പിന്തുണയ്ക്കുന്നത് BJPക്ക് അവിടെ അധികാരത്തിൽ വരാൻ 4 പള്ളികൾക്ക് മുകളിൽ കാവിക്കൊടി പാറിക്കുന്ന കാഴ്ചയും നമ്മൾ റിപ്പബ്ലിക് ദിന തലേന്ന് കണ്ടു. ഞാൻ അങ്ങയിലേക്ക് വരാം. പി ജയരാജൻ, Debate with Arun Kumar.